ഫ്രണ്ട്സ് എന്ന് വന്നിരിക്കുന്നത് L&Tയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ L&Tയിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് കൊമേഴ്ഷ്യൽ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ള വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ചാനലിൽ കയറി വീഡിയോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹോം പേജിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അഡ്മിറ്റ് കാർഡ്, അതുപോലെ റിസൾട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസിലൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റഡി മെറ്റീരിയൽസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടെ കാണാം. ഡൗൺലോഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് വിവിധ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ വിവിധ എക്സാമിൻ്റെ ഒക്കെ നമ്മൾ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NBCC, JEE, സിവിലിൻ്റെ PYQ വിത്ത് ആൻസർ കീ ഉണ്ട്. അതുപോലെ ഇതൊക്കെ ആൻസർ കീയാണ്. പിന്നെ അതുപോലെ RRB ആൻഡ് ടെക്നീഷ്യൻ സയൻസ് ബുക്ക് ഉണ്ട്. പ്രീവിയസ് ഇയർ 500+ മുകളിലുള്ള ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കീ, അതുപോലെ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. പിന്നെ RPF കോൺസ്റ്റബിൾ, ഗ്രൂപ്പ് D അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ എല്ലാ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ISRൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് എന്ത് ചെയ്യും, ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇവിടെ കാണാം L&T ഇവിടെ കാണാം. ഇവിടെ അപ്ലിക്കേഷൻ ഫോമാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രാജുവേറ്റ് കൊമേഴ്ഷ്യൽ ട്രെയിനിങ് 2024 നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ വർക്ക് ലൊക്കേഷൻ കൂടെ കാണാം. പാൻ ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കേരളത്തിലൊക്കെ സാധ്യത ഉള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് BCom, BBA, BBM, ഇനി അതല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ BSc ഫിസിക്സോ അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BA മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷേ ആർക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അതായത് ഈ പറയുന്ന ഏപ്രിൽ മെയ് 2024 നമ്മളെന്താണ് ആ ഒരു ഗ്രാജുവേറ്റ് ആകും, അതായത് നമ്മൾ ആ ഡിഗ്രി ഒബ്റ്റെയിൻ ആകും എന്നുള്ള അങ്ങനെയുള്ള കണ്ടീഷനുള്ള ആളുകൾ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് ഈ പറയുന്ന നിങ്ങൾക്ക് ഫൈനാൻസ്, അക്കൗണ്ട്സ്, ടാക്സേഷൻ, സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻ, പർച്ചേസ്, സ്റ്റോർ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ടൈം ഓഫീസ്, ഇങ്ങനെ തുടങ്ങിയിട്ടിരിക്കുന്ന വിവിധ ഏരിയയിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷനിലൊക്കെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും. അപ്പോൾ ഇത്തരം മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു ട്രെയിനിങ് ആണ് ഇതിലൂടെ ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് 12 മാസമാണ്. നമുക്കതിനൊരു സ്റ്റൈപ്പൻഡ് പോലെ നമുക്ക് അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ ഇതിൽ തരുന്നുണ്ട്. അതായത് ഓഫീസ് ബേസ്ഡ് പോസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷമാണ് പെർ ആനം ലഭിക്കുന്നത്. ഒരു വർഷം നിങ്ങൾക്ക് 3 ലക്ഷം എന്നുള്ള ലെവലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതി. നമുക്ക് ഇപ്പോൾ 10 മാസത്തേക്ക് നമുക്ക് 30 വെച്ചാൽ നമുക്ക് 3 ലക്ഷം. അപ്പോൾ 12 മാസമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30ൻ്റെ അടുത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് 25-ൻ്റെ 30ൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടും. ഇനി പ്രൊജക്റ്റ് സൈഡ് ബേസ്ഡ് പോസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് 3,50,000 പെർ ആനം കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് 30ൻ്റെ മുകളിൽ ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിലായിരിക്കും 30 അല്ലെങ്കിൽ 30ൻ്റെ ആ ഒരു അനുബന്ധിച്ച എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് പെർ മന്ത് ലഭിക്കുക. ഓക്കെ, ഇനി ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫൈനൽ ഇയറിൽ നിങ്ങൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കണം ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രീം കേട്ടോ, BCom ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ +2 അതിൽ 10th ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഈ പറയുന്ന ഏപ്രിൽ മെയ് 2024 നമ്മൾ ഗ്രാജുവേറ്റ് ആകണം എന്നുള്ള കണ്ടീഷനിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എലിജിബിലിറ്റി കണ്ടീഷനിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിനിമം 60% മാർക്ക് നിങ്ങൾക്ക് അവസാനത്തെ ആ ഒരു 4 സെമസ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ ആ 4 സെമസ്റ്റർ ഫൈനൽ ഇയർ റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ 4 സെമസ്റ്ററിൽ നമുക്ക് വന്നിരിക്കുന്ന 4 സെമസ്റ്ററിൽ 60% മാർക്ക് ഉണ്ടാകും എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ മോഡ് ഓഫ് സ്റ്റഡി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഫുൾ ടൈം ആയിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡുവൽ ഡിഗ്രി പ്രോഗ്രാമോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് പഠിച്ചവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക്ലോഗ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സപ്ലി അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് ചാൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പറയുന്ന എക്സാം നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും പേപ്പർ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രണ്ടാമത് എഴുതി നമ്മൾ എടുത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വെറുതെ അപ്ലൈ ചെയ്യേണ്ട. ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവരെന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല എന്നുള്ളതാണ്. അതായത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ, എക്സാം കാര്യങ്ങളൊക്കെ. പിന്നെ ഏജ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മിനിമം 18 വയസ്സും അതുപോലെ തന്നെ ഒരു 23, 24 ആ റേഞ്ചാണ് പറയുന്നത് കേട്ടോ. അവിടെ ഈ 1 ജൂലൈ 2001, 30 ജൂൺ 2006 ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾ, ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറയുന്ന ഡേറ്റുകളുടെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. പിന്നെ മോഡ് ഓഫ് ഫിറ്റ്നസ് പിന്നെ നമുക്ക് മെഡിക്കലി അവരുടെ ചീഫ് മെഡിക്കൽ ഓഫീസറെ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് ആ ഫിറ്റ്നസ് ഉണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ
അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്കായിരിക്കും ഇവരെ ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി SC OBC സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൺഫ്യൂഷനില്ല, അത് ഇതിനല്ല, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് ജോബിന് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുള്ളവരുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കാണാൻ ജസ്റ്റ് ഡയറക്റ്റ് ലിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ചാനൽ ഇതിലൊക്കെ ജോയിൻ ചെയ്തിടാം. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേജിലേക്ക് തന്നെ നിങ്ങൾ വരിക കേട്ടോ. അവിടെ ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് തന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം തന്നെ നമ്മളൊരു പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതിൽ ബ്രൗസ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഫയൽ സൈസൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫോട്ടോഗ്രാഫ് വരും. ഇനി ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ വെച്ചാൽ കേരള, നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇതിനനുശേഷം ഡിസ്ട്രിക്റ്റ് ഏതാണ് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, അതങ്ങനെ നിങ്ങൾ ബേസിക്കായുള്ള കാര്യങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്ത് പോകാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പെർസെൻറ്റേജ് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, +2ൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, പിന്നെ ഡിഗ്രി നമ്മൾ പഠിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ് പഠിക്കുന്നത്, ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് കൊടുക്കുക, കോളേജിൻ്റെ പേര് കൊടുക്കുക, ക്വാളിഫിക്കേഷൻ കൊടുക്കുക, ഡിസിപ്ലിൻ ഏതാ കൊടുക്കുക, ഇയർ ഓഫ് പാസിങ്, ഗ്രാജുവേഷൻ്റെ മാർക്ക്, ലാസ്റ്റ് 4 സെമസ്റ്ററിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു ടോട്ടൽ പെർസെൻറ്റേജ് അവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ബാക്ക്ലോഗ് അല്ലെങ്കിൽ ഈ പേപ്പർ ഏതെങ്കിലും എഴുതിയെടുക്കാണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. എത്ര ഉണ്ട് എന്നുള്ളത് അങ്ങനെയുള്ളവർ ഇതിൽ എലിജിബിൾ അല്ല എന്നുള്ള കണ്ടീഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജ് ടൈപ്പ് ഈ പറയുന്ന ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ ധരിച്ചത് കൊടുക്കുക. മോഡ് ഓഫ് സ്റ്റഡി ഇവിടെ ഫുൾ ടൈം കൊടുക്കുക. പിന്നെ നിങ്ങളിവിടെ റെസ്യൂമെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെസ്യൂം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡയറക്റ്റായിട്ട് തരാം. ഒരു 9 ദിവസം മുൻപ് ചെയ്ത് വരികയാണ്. ഹൗ ടു മേക്ക് എ റെസ്യൂം 10 minutes. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ChatGPT ഒക്കെ ഉപയോഗിച്ച് വളരെ അടിപൊളി ഒരു എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റെസ്യൂം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ പറയുന്നതിന് പർപ്പസ്ഫുള്ളി നിങ്ങളത് ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്കത് എഫക്റ്റീവ് ഉള്ളൂ. പിന്നെ അക്നോളജ്മെൻറ്റ് ആക്കി അഗ്രി കൊടുത്ത് നമ്മൾ അപ്ലൈ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി നിങ്ങൾ വീഡിയോസ് ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ ഒട്ടനവധി നോട്ടിഫിക്കേഷൻ നമ്മൾ ഡെയിലി അധികവും ഡെയിലി നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും കാരണവശാൽ മാത്രമേ നമുക്ക് ഡിലേ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.